പലരും ചോദിക്കും മോഹൻലാലാണോ നല്ല നടൻ മമ്മൂട്ടിയാണോ. അപ്പൊ ഞാൻ പറയുന്ന സംശയം എന്താ, മമ്മൂട്ടി. അപ്പൊ കാരണം എന്താ, ഞാൻ പറയും 7-8 നമ്പറുകൾ കൈവശമുള്ള മോഹൻലാലിന്റെ അടുത്ത് വെറും 1-2 നമ്പർ വെച്ച് അടിച്ചു നിൽക്കുന്നില്ല ഇദ്ദേഹം എന്ന് പറയുമായിരുന്നു. പക്ഷെ അന്നത് പുറത്തു പറയില്ല, ഇന്നത് പുറത്തു പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഈ മോഹൻലാൽ അഭിനയം എന്ന് പറയുന്നത് എവിടെയൊക്കെ കൂടെ വരികയാണ്. മമ്മൂട്ടി അത് വരുത്തിയെടുത്തതാണ്. മമ്മൂട്ടിയുടെ പരിമിതികളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ മമ്മൂട്ടി തന്നെ. மம்முட்டி மோகன்லால் இவங்க 2 பேரோட நடிப்புல உங்களுக்கு யாரோட நடிப்பு அதிகம் பிடிக்கும்? மோகன்லால். மோகன்லால் சாரோட படங்கள் பார்க்கும்போது வந்து ஒரு மியூசிக் மாதிரியே இருக்கும். அவரோட பாடி லாங்குவேஜ், அவரோட விரல்கள் பேசும், கட்டவிரல் பேசும், ஒரு நக்கிள்ஸ் பேசும், எல்போ பேசும், ഡയലോഗ് മാറിയ അവരുടെ ബോഡി ലാംഗ്വേജും അഴകാ இருக்கும். വളരെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് മമ്മൂട്ടിയും മോഹൻലാലും. ഈ നടന്മാരെന്ന നിലയിൽ താങ്കൾ ഇവരെ രണ്ടുപേരെയും കൂടെ തുലനം ചെയ്താൽ ആർക്കായിരിക്കും അഭിനയത്തിന്റെ കാര്യത്തിൽ തികവ്? ഒരു ആക്ടർ എന്നുള്ള നിലയിൽ മമ്മൂട്ടിക്ക് പല ലിമിറ്റേഷൻസും ഉണ്ട്, ഇല്ലെന്നുള്ള കാര്യം. മോഹൻലാലാണ് ഇന്ത്യ കണ്ട, അത് അദ്ദേഹത്തിന്റെ എന്റെ വ്യക്തിപരമായ കൊണ്ട് പറയുന്നില്ല, ഇന്ത്യയിൽ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയ നടൻ ആക്ടർ എന്ന് പറയുന്നത് മോഹൻലാലാണ്. ഒരു സംശയമില്ല. മോഹൻലാലിന്റെ കൺപീലികളും നഖത്തിന്റെ അറ്റം പോലും അഭിനയിക്കും. ഒരു ഏത് ലെവലിലേക്കും വരികയും ഉയരുകയും ചെയ്യുന്ന, ഉയരുകയും താഴുകയും ചെയ്യുന്ന അഭിനയത്തിന്റെ ഒരു റേഞ്ച് മോഹൻലാൽ. ഓരോ സെൽസിലും അഭിനയം നിറഞ്ഞു നിൽക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ. മോഹൻലാലിനെ പോലെ സ്വാഭാവികമായി അഭിനയിക്കുന്നവരില്ല. I have great admiration for Mohanlal. I think he is one of the finest actors in the country today. He's so relaxed and so normal and so effortless in his performances. I always keep telling him that. I had the good fortune to work with him in Ram Gopal Verma's film, and but I've always believed that he is the most natural actor that we have in the country today. ഞാൻ ലാലിനെ അനലൈസ് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ ആരോടും പറയും, ഇതിനെക്കാട്ടിലും നല്ലൊരു ആക്ടറായിട്ട് എന്റെ ജീവിതത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. ആൻഡ് എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആക്ടറാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി മോഹൻലാലാണെന്ന് മാത്രമേ പറയുള്ളൂ. കാര്യം അതെന്റെ ഒരു വിശ്വാസമാണ്. കാര്യം ഞാൻ എന്റെ മുമ്പിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതാണ്. ആൻഡ് മണിരത്നം പോലുള്ള ഡയറക്ടേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിനി ഇയാളെ വെച്ച് പടം എടുക്കില്ല. ഞാൻ അതിന് അല്ല, കട്ട് പറയാൻ നമ്മൾ മറന്നുപോയി, കണ്ടോണ്ട് നിൽക്കും. ഒരു ഡയറക്ടർ എന്നുള്ള പൊസിഷൻ വിട്ടുപോകുന്നു. ഹൗ ഡിഡ് യു മാനേജ് എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഈസ് എ ഗ്രേറ്റ് ആക്ടർ.